ഓരോ കാലത്തും പുതിയ പുതിയ ട്രെൻഡുകൾക്ക് പിന്നാലെയാണ് ഇന്നത്തെ യുവ സമൂഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റമദാനിക്ക് തൊട്ട് മുമ്പുള്ളതായിട്ടുള്ള സമയങ്ങളില് ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? എന്റെ ഉപ്പക്കും ഉമ്മക്കും എന്ന് പറഞ്ഞിട്ട് ഹാമ്പർ ഗിഫ്റ്റ് എന്ന പേരില് പരിശുദ്ധമായ ഖുർആനും തസ്ബീഹുമാലയും മുസല്ലയും പിന്നെ കുറെ മുട്ടായിയും ചോക്ലേറ്റും ഒക്കെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്ക് കൈമാറുകയാണ്. അത് നല്ല പരിപാടിയാണ്, നല്ല കാര്യം തന്നെയാണ്. അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ അതിൽ വലിയ ഒരു ഗുരുതരമായ തെറ്റുണ്ട്. നമ്മൾ കൈമാറുന്നത് എന്താണ്? അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു ആദരിച്ച് അല്ലാഹു ബഹുമാനിച്ച അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാമ് കൊടുക്കുമ്പോ ആ കൊടുക്കുന്നയാൾക്ക് വുളൂ ഉണ്ടാവണ്ടേ, അത് വാങ്ങുന്നയാൾക്ക് വുളൂ ഉണ്ടാവണ്ടേ. ഇത് രണ്ടുപേർക്കും ആ സമയത്ത് വുളൂ ഉണ്ടാവാറുണ്ടോ? ആ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ അടുക്കളയിലോ അല്ലെങ്കിൽ ഹാളിലോ നിൽക്കുന്ന ആ രൂപത്തിൽ തന്നെ വന്നിട്ട് അതാ തന്റെ മകൾ അല്ലെങ്കിൽ തന്റെ മകൻ തനിക്ക് സർപ്രൈസ് ആയിട്ട് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കൊണ്ടുതരുന്നതായിട്ടുള്ള സമ്മാനം പൊതി വാങ്ങാൻ ആ ഉമ്മയും ഉപ്പയും തിരക്ക് കൂട്ടുകയാണ്. അത് വാങ്ങിച്ചതാ ഓപ്പൺ ചെയ്യുകയാണ്. ആ സമയത്ത് ആ ഉമ്മാക്കോ ഉപ്പാക്കോ വുളൂ ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അൽഹംദുലില്ലാഹ് അത് വലിയ കാര്യമാണ്. എന്നാലും അധികം ആളുകളും ഇത് ശ്രദ്ധിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അങ്ങനെ സമ്മാനിക്കുന്നവർ, അങ്ങനെ വാങ്ങുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ വാങ്ങുമ്പോ അത് ചുമക്കുമ്പോ അത് ഏറ്റുവാങ്ങുമ്പോ വുളൂ ഉണ്ടാവണം. വുളൂ ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുത്ത് നമ്മൾ കുറ്റക്കാരാണ്. അതാ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോ ഇതാ ഇങ്ങനെ അതാ സമ്മാനങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോ ആ കടക്കാരെ ഞാൻ ഇടങ്ങേറാക്കി എന്ന് പറയരുത്. ആ കടക്കാർക്ക് എന്റെ ഈ പ്രസംഗം ബുദ്ധിമുട്ടായി എന്ന് കരുതരുത്. അല്ലാഹുവിന്റെ ദീന് പറയൽ മുതല്ലിം എന്ന നിലയിൽ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പറയുകയാണ്, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കണം, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. എല്ലാ നിലക്കുള്ള സർവ്വ ബഹുമാനങ്ങളും കൊടുത്തിട്ട് വേണ്ടേ അല്ലാഹുവിന്റെ കലാമിനെ ആദരിക്കാൻ, അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കണ്ടെന്നല്ല, അവരുടെ സന്തോഷങ്ങൾക്ക് ഇതൊക്കെ ഒരു കാരണമല്ലേ എന്ന് ചോദിക്കുന്നവരോട് അതെ, അതൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ വിനയത്തോടെ പറയാനുള്ളത്, നമ്മൾ അങ്ങനെയുള്ളതായിട്ടുള്ള പോലെയുള്ളതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇതിന്റെ പിന്നിൽ നമ്മൾ ചെയ്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ കൂലിക്ക് പകരം അല്ലാഹുവിന്റെ ശിക്ഷ നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മുസ്ലിം സമുദായത്തോട് ഇത് ഓർമ്മപ്പെടുത്തുന്നത്.